പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് 11-ാം ദിവസം. കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ചൊരിയും. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൽ ജോലിയില്ലാതെ വിദേശത്തേക്ക് പോകണം, അതുപോലെ ഈ നാട്ടിൽ PC ടെസ്റ്റ് എഴുതിയിട്ട് ജോലിയില്ല, അതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കയറുന്നില്ല, ഇങ്ങനെ ഉപജീവന മാർഗത്തിനുള്ള ഒരു വഴിയൊരു ജോലിയാണ് ആഗ്രഹം. ആ ജോലിക്കാർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് മാത്രമല്ല, ഞാൻ ഓരോന്ന് പറയുന്നത് ഈ എല്ലാ ദിവസവും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസം പറയുന്നതിന് കാരണം അത് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ 50 ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ഉയർപ്പ് കർത്താവ് നിങ്ങൾക്ക് നൽകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥനയിൽ കിടക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് പീഡാനുഭവം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളിലൂടെ കടന്നു വന്നുള്ള രക്തച്ചൊരിച്ചിലും കണ്ണുനീരും ദൈവനിഷേധ പ്രവൃത്തികളിൻ്റെയും പ്രത്യാഘാതമായി ഇന്ന് പല കുടുംബങ്ങളും വേദനയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലുമാണ്. പരിശുദ്ധ കന്യാമറിയമേ, ഈശോയോടൊപ്പം കുരിശിൻ്റെ വഴിയെ നടന്ന അങ്ങ്, കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാനുഭവത്തിന് ഓർമ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. ആ ഓർമ്മ വിടുതലാകണം, സൗഖ്യമാകണം. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ അമ്മ മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയെ മരണത്തിന് വിധിക്കുകയാണ്. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യും. അങ്ങയുടെ മുമ്പിൽ തലകുനിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിതഭാരം, ദുഃഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിവില്ലാത്ത സമയത്ത് ദൈവപുത്രനാണെന്ന് തിരിച്ചറിവുണ്ടായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ കുരിശിൽ തറയ്ക്കണമെന്നും ഒരു കൊടും പാതകയെ, ഒരു ക്രിമിനലായിട്ട് തെറ്റ് ചെയ്ത് അശുദ്ധിയിലും മ്ലേച്ഛതയിലും ജീവിച്ച ബറാബാസിനെ വിട്ടുതരിക എന്നും പറഞ്ഞ് മുറവിളി കിട്ടിയ ഒരു ജനമാണ് ഞങ്ങളുടെ തലമുറ. കർത്താവെ, പുണ്യത്തിന് പകരം തിന്മ ആഗ്രഹിച്ച തലമുറ. ഇതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാ ദൈവനിഷേധ പ്രവർത്തികളെയും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണം. തലമുറകളോടെ വന്നുള്ള എല്ലാ കണ്ണുനീര് ഒപ്പിയെടുക്കണം. ജീവിതകാലം പാപത്തിന് മരിച്ച് അങ്ങേ സ്നേഹിച്ച് പുതിയൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ കുരിശിൻ്റെ വഴിയിൽ, ഈ പീഡാനുഭവ ധ്യാനത്തിലൂടെ ഞങ്ങൾക്കൊരു കൃപ നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ കുരിശ് ചുമക്കുകയാണ്. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈശോഹേ, അങ്ങ് നിരപരാധിയായിരുന്നു. എല്ലാം ദൈവജനത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചു. എന്നിട്ടും ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപത്തിന് പരിഹാരമായി കുരിശ് വഹിക്കുവാൻ സ്വയം തയ്യാറായി മുമ്പോട്ട് വന്ന ഈശോ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഘുതരങ്ങളായ ഭാരങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾ പരാതിപ്പെടാറുണ്ട്. എന്നാൽ ഈശോ ആ വലിയ ഭാരം, കുരിശിന്റെ ഭാരം തോളിലേക്ക് വെച്ചപ്പോൾ ഒരു പരാതിയും കൂടാതെ, എൻ്റെ വേദനകളാണ് കർത്താവ് ചുമന്നത്, എൻ്റെ ദുഃഖങ്ങളാണ് കർത്താവ് ചുമന്നത്. കർത്താവെ, എൻ്റെ തലമുറകളുടെ 7 തലമുറകൾ വന്നുള്ള ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും ആ വലിയ കുരിശിൻ്റെ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേൽ കരുണ ചൊരിയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ 1-ാം പ്രാവശ്യം വീഴുകയാണ്. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഭാരമുള്ള കുരിശ്
തോളിൽ വെച്ചുകൂടെ നടന്നു പോയപ്പോൾ കാലിടറി വീണത് ഞങ്ങളുടെ പാപത്തിന്റെ പ്രത്യാഘാതമാണ്. ലോകം, പിശാച്, ശരീരം എന്നീ ത്രിവിധ ശക്തികളുടെ കെണിയിൽപ്പെട്ട് ഞങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ ഇന്നും ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവവിചാരമില്ലാതെ പാപത്തെ സ്നേഹിച്ച്, ലോകത്തെ സ്നേഹിച്ച്, അശുദ്ധിയെ പുൽകി ജീവിച്ച് ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും വഴി വന്നിട്ടുള്ള എല്ലാ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ കർത്താവേ. ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിശാചിൻ്റെയും പരീക്ഷ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം മാധ്യസ്ഥ യാചിച്ച് അവയെ തകർക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന പുത്രനെ കണ്ടപ്പോൾ അങ്ങയുടെ മാതൃഹൃദയം അനുഭവിച്ച വേദന എത്ര അപാരമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശിമയോൻ പ്രവചിച്ചതുപോലെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും, അത് നിന്നെ കീറി മുറിക്കും. കർത്താവേ, എനിക്കിതുപോലെ പല വിധത്തിലുള്ള വേദനകളുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം പിളർന്നതുപോലെ ജീവിത ദുഃഖങ്ങൾ, നൈരാശ്യങ്ങൾ, തകർച്ചകൾ ഇതെൻ്റെ മുമ്പിൽ പെടുമ്പോൾ വലിയൊരു വാള് ഹൃദയത്തിൽ കുത്തിയിറങ്ങുന്ന പോലെയാണ്. കാരണം അറിയില്ല കർത്താവേ, എൻ്റെ ആയിരിക്കാം, എൻ്റെ മക്കളുടെ ആയിരിക്കാം, തലമുറയുടെ പാവങ്ങളായിരിക്കാം. കർത്താവേ, മാപ്പ് നൽകി ഞങ്ങൾ രക്ഷിക്കണം. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നിന്ന് അനുതാപമില്ലാതെ പാപത്തോടെ മരിച്ച ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാവരുടെയും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലം ഞങ്ങളുടെ പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ഈശോയെ ശിമയോൻ സഹായിക്കുന്നു. കർത്താവെ, ഈശോ മിശിഹായെ ഞങ്ങളങ്ങ് കുമ്പിട്ട് ആരാധിക്കുക. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഈശോയെ കുരിശ് വഹിക്കുവാൻ സഹായിച്ചത് കൊണ്ട് ശിമയോൻ അനുഗ്രഹീതനായി. ഈശോ മനുഷ്യരുടെ പാപത്തിന്റെ പ്രത്യാഘാതമായ ആ കുരിശ് വഹിച്ചപ്പോൾ നിലത്തേക്ക് വീണു. ആ കുരിശ് ചുമക്കാൻ വയ്യാത്ത വിധം അത്ര കഠിനമായിരുന്നു അതിന്റെ ഭാരം. ലോകത്തിന്റെ പാപത്തിന്റെ ഭാരമാണത്. കർത്താവെ, എന്നാൽ കർത്താവ് വീണെങ്കിലും എഴുന്നേറ്റ് കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയിലേക്ക് നടന്നു നീങ്ങി. കർത്താവെ, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും പാപങ്ങളാണല്ലോ അങ്ങനെ വീഴിക്കുന്നത്, എന്നിട്ടും മാനസാന്തരമില്ല. കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇനി അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇനി അവർക്ക് കരയാൻ പറ്റില്ല, അവരെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കടബാധ്യത മാറണം, നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറണം, തടസ്സങ്ങൾ മാറണം, വീട് പണിയണം, വിവാഹം നടക്കണം, മക്കൾ ജനിക്കണം. ദൈവത്തിൻ്റെ കൃപയുണ്ടാകാൻ കർത്താവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് വെറും കൈയോടെ വിടില്ല. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. ശുദ്ധീകരണ സത്യാത്മാക്കളുടെ സങ്കടങ്ങൾ ഓരോന്നും അവിടുന്ന് ഏറ്റെടുക്കണം. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വേറവനിക്ക ഈശോയുടെ തിരുമുഖം തുടക്കുക. ഈശോയെ അങ്ങേ ആശ്വസിപ്പിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആശ്വാസം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്കും അങ്ങേക്കും മധ്യേ ഒരു ഗർത്തമാണ്, പാപത്തിന്റെ ഗർത്തം. ഈശോയെ, വേറവനിക്കെ പോലെ അനുതാപ കണ്ണുനീരോടുകൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആ മുറിവേറ്റ കൈകളിൽ പിടിക്കാനും രക്തം വാർന്നു മുഖത്ത് ചുംബിക്കാനും തക്ക വിധത്തിൽ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപം മൂലം വേദനിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും
അനുതാപത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവേ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും പാപങ്ങൾ ഓരോന്ന് ഞങ്ങൾ ഏറ്റുപറയുക. ശുദ്ധീകരണ ആത്മാക്കളെ അവിടുന്ന് രക്ഷിക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങളെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, ലോകത്തിൻ്റെ ആശയങ്ങൾ, പാപമില്ല, അശുദ്ധിയില്ല, ഈ ലോകത്തിൽ നീ എൻജോയ് ചെയ്ത് ആസ്വദിക്കുക. അങ്ങനെ ലോകസുഖങ്ങളുടെ പിന്നാലെ പോയി തകർന്ന് തരിപ്പണമായി വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, അശുദ്ധി, മദ്യപാനം, പുകവലി, ഇങ്ങനെ ജഡത്തിൻ്റെതായ സകല പാപങ്ങൾ, അഭിഹിത വീഴ്ചകൾ, അഭിഹിത ബന്ധങ്ങൾ, കർത്താവേ, അതാണല്ലോ അങ്ങേ വീഴിപ്പിച്ചത്. എൻ്റെ ജഡത്തിൻ്റെ ആസക്തികളെ അവിടുന്ന് കർത്താവ് വിട്ടിരിക്കണം. മോചനം വേണം എനിക്ക്. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആസക്തി, ഭക്ഷണത്തിനുള്ള ആസക്തി, വസ്ത്രത്തിനുള്ള ആസക്തി, പണത്തിനുള്ള ആസക്തി, ആസക്തികളാൽ കലുഷിതമായ ദൈവജനമേ, നീ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പാപത്തോടെ മരിച്ച ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ മാതാപിതാക്കളാകാം, പൂർവികരാകാം, അവരെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കരുണ തോന്നണം കർത്താവേ. അവരുടെ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളായി ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന തകർച്ചയിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ കർത്താവേ. ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണ തോന്നണമേ ഈശോയെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശും വഹിച്ചുകൊണ്ട് അങ്ങ് നടന്നു നീങ്ങിയപ്പോൾ അങ്ങയെ കണ്ട് സഹതാപത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് കരഞ്ഞ ഭക്ത സ്ത്രീകളെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. ആ ജെറുസലേം സ്ത്രീകളെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. കാരണം അവർക്ക് വരാൻ പോകുന്ന വലിയ വിപത്തിന് മുമ്പ് കണ്ടുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളെ ഓർത്ത് കരയുക, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുക, നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുക, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. ഇന്ന് ലോകത്തിൽ നിന്ന് പിശാച് എടുത്തു മാറ്റിയ ഒരു കാര്യം ഇതാണ്. നമ്മളെ ഓർത്തും, നമ്മുടെ പാപങ്ങളെ ഓർത്തും, നമ്മുടെ മക്കളെ ഓർത്തും, നമ്മുടെ തലമുറയിലൂടെ വന്നിട്ടുള്ള പാപങ്ങളെ ഓർത്ത് കരയാൻ നിങ്ങൾ അനുവദിക്കുകയില്ല. ഈശോ കുരിശിൽ മരിച്ചത് നിങ്ങൾ രക്ഷിക്കുവാനാണ്, ശിക്ഷിക്കുവാനല്ല. കർത്താവേ, എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ തലമുറയോടും കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഈശോനാഥ, അവിടുന്ന് 3 പ്രാവശ്യം കുരിശിൻ്റെ വഴിപ്പാതയിൽ വീണു. കാരണം അത്രയേറെ ഭാരമായിരുന്നു ആ കുരിശിന്. അത് താങ്ങാൻ പറ്റാത്ത ഭാരം. കാരണം ലോകത്തിൻ്റെ പാപം അത്ര കഠിനമായിരുന്നു. ഈശോയെ, ആ കഠിന പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ജനത്തിന് വേണ്ടി കർത്താവ് കുരിശ് കൊണ്ട് നിലക്ക് പറ്റ വീണു. കർത്താവെ, ഞങ്ങളിലേക്ക് കൃപയൊഴുകുവാൻ തടസ്സമാകുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക്, ഞങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൃപയൊഴുകാൻ തടസ്സമാകുന്ന ലോകത്തിൻ്റെ പാപങ്ങൾ, കുടുംബത്തിൻ്റെ പാപങ്ങൾ, തലമുറയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട് മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് ആശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ കർത്താവേ. കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോനാഥ, അവിടുത്തെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങയുടെ വസ്ത്രങ്ങൾ കാൽവരി മലയുടെ മുകളിൽ എത്തിയപ്പോൾ പടയാളികൾ വലിച്ചൂരിയത് ഞാൻ ഓർക്കുക. ആ സമയം അങ്ങ് അനുഭവിച്ച അസഹ്യമായ വേദന, ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, ഒരു മനുഷ്യനെ പരസ്യമായി വിവസ്ത്രനാക്കുമ്പോൾ, നഗ്നനാക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള
നാണം, ലജ്ജ, മറ്റുള്ളവരുടെ കൂക്കുവിളി, പരിഹാസം എല്ലാം ഈശോയെ വേദനിപ്പിച്ചു. അന്യരുടെ നഗ്നത കാണുവാൻ, അന്യരുടെ ജീവിതത്തിലേക്ക് അശുദ്ധിയായി മിളച്ചതയായി ഞാൻ കടന്നു എന്ന് ഓർക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ തറവയിൽപ്പെട്ടവർ അനേകർ ഇതുപോലെ ജഡത്തിൻ്റെ പാപങ്ങൾ, പ്രത്യേകിച്ച് അന്യരുടെ നഗ്നത കാണുവാനും തൻ്റെ നഗ്നത മറ്റുള്ളവർ പ്രദർശിപ്പിക്കാനും എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കാണ് കർത്താവ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ എന്നിലൂടെയോ എൻ്റെ കുടുംബത്തിലോ തലമുറകളിൽ വന്നതിന് പ്രത്യാഘാതമായി ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന തകർച്ചകൾ, ബന്ധനങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഒരു പരിധിവരെ നിന്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ്. കർത്താവേ, കർത്താവേ, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അളന്ന കോലുകൊണ്ട് ഞാൻ അളക്കും. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും അവിടുത്തെ രക്ഷിക്കണം. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഓരോരുത്തരും മേൽക്കരണം തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയെ കുരിശിൽ തറയ്ക്കുക. കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടത് നിങ്ങൾ കാണുക. എൻ്റെ പാപങ്ങളാകുന്ന ആണികളല്ലേ എന്ന് നിങ്ങൾ പറയും. എൻ്റെ പാപങ്ങളാകുന്ന ആണികളല്ലേ അവിടുത്തെ കരങ്ങൾ കുത്തി തുളയ്ക്കപ്പെട്ടത്. എന്നെ അനുഗ്രഹിക്കുവാൻ ഇവിടുത്തെ കരങ്ങളല്ലേ, എന്നെ അനുഗ്രഹിക്കുവാൻ നടന്ന പാദങ്ങളല്ലേ അവിടുന്ന് കുത്തി തുളച്ചത്. പടയാളികൾ. ദൈവമേ, ആ തൃപ്പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുക. ആ തൃപ്പാദങ്ങളിലേക്ക് കെട്ടിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ലോകത്തിന് മരിച്ച് ക്രൂശനായ കർത്താവിൽ നിന്ന് ഒഴുകുന്ന കൃപ സ്വീകരിക്കാൻ തടസ്സമാകുന്നതിൻ്റെ പാപങ്ങളും ശാപങ്ങളും തകർച്ചകളും ബന്ധനങ്ങളും ലോകത്തിൻ്റെ വഴിയെ നടന്നു പോയി വന്നിട്ടുള്ള എല്ലാ ക്രൂരതക്കും ഞാൻ പരിഹാരം ചെയ്യുന്നത്. രക്തച്ചൊരിച്ചിൽ വഴി, അബോർഷൻ, കൊലപാതകം, അതുപോലെ മൂലപാപങ്ങൾ, ദൈവവചന ലംഘനങ്ങൾ, തിരുസഭയ്ക്കെതിരായുള്ള പ്രവൃത്തികൾ വഴിയായി കർത്താവിനെ വീണ്ടും വീണ്ടും കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുന്ന ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും തലമുറയിൽ ഇത്രത്തോളം ഈശോയെ വേദനിപ്പിച്ച് അനുതാപമില്ലാത്ത ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുമ്പസാരമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് മരിച്ച ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടപ്പെടുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുക. ഒരു നിരപരാധിയാണ് കർത്താവ്. ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിൽ ഞങ്ങൾ ലോകത്തെ വീട്ടിൽ രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് മരണത്തോളം എന്നെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക കാണിച്ചു തന്നതല്ലോ. പാപം മൂലം മരിച്ച് ഞാൻ ജീവൻ പ്രാപിക്കുന്നതിന് കുരിശുമരണത്തിലൂടെ അങ്ങ് നേടിത്തന്ന പാപമോചനത്തിൻ്റെ യോഗ്യതയാണ്. സ്വന്തം ജീവൻ തന്ന് എന്നെ സ്നേഹിച്ച ഈശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുക. കർത്താവേ, അങ്ങയെ മരണത്തോളം എത്തിച്ച എൻ്റെ പ്രവർത്തികൾ, എൻ്റെ തലമുറയുടെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇന്നും കർത്താവേ, അവിടെ നിന്ന് ആ കുരിശിൽ കിടന്നുകൊണ്ട് എന്നെ മാടി വിളിക്കുകയാണ്. നീ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഹൃദയത്തിൽ നൊഴുകുന്ന തിരുരക്തം കൊണ്ട് നീ കഴുകപ്പെട്ടാൽ നീ വിശുദ്ധി പ്രാപിക്കും. ഓരോ നോമ്പാചരണവും കർത്താവ് നമുക്ക് നൽകുന്നത് അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധി പ്രാപിച്ച്, വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ടവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ടവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവർ ആയ തീരാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ മൃതദേഹം മാതാവിന് മടിയിൽ കിടന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ ചേതനയേറ്റ ശരീരം ആ മടിയിൽ കിടത്തിയപ്പോൾ അവിടുത്തെ ചങ്ക് പിടഞ്ഞതുപോലെ ഇന്ന് എന്നെ ഓർത്ത് എൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളെ ഓർത്ത് പിടയുന്നുണ്ടാകും. മയക്കുമരുന്ന്,
മദ്യം, സ്നേഹബന്ധങ്ങൾ, വിശ്വാസമില്ല, അതുപോലെ പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കൂദാശകളില്ലാതെ ലോകത്തിൻ്റെ വഴിയെ പോകുന്ന എത്രയോ യുവതി യുവാക്കന്മാർ ഇന്ന് ലോകത്തിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ പാപം പെരുകുമ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. ലോകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവിടെ ഇത്തരത്തിലുള്ള മ്ലേച്ഛ പ്രവൃത്തികൾ വർദ്ധിക്കുന്നത്. ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വിശ്വാസമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാരണം ഞാനോ എൻ്റെ തലമുറയിൽപ്പെട്ടവരാണെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും തലമുറയുടെ മേലും കരുണ തോന്നണമേ. ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധന ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ പീഡാസഹനങ്ങൾക്ക് ഒടുവിൽ ആ മൃതശരീരം അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു കല്ലറ പോലും കിട്ടിയില്ല. ഈശോയെ ആരുടെയോ ഒരു കല്ലറയിലാണ് അടക്കപ്പെട്ടത്. ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ മരിച്ച ഈശോ. കർത്താവേ, ഇത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിൽ മരിച്ചവനാണ് ഞാൻ. പാപത്തിൽ മരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സകല പീഡകളിൽ നിന്നും ഈ നോമ്പ് കാല പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ പോകും. ഇതൊരു വിടുതൽ ശുശ്രൂഷയാണ്. ഇത് പൈശാചിക ശക്തികളുള്ള ഒരു യുദ്ധമാണ്. ഈ പീഡാസഹന പ്രാർത്ഥന തിന്മ നിങ്ങളെ കീഴ്പ്പെടുത്താൻ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തോട് നിങ്ങൾ ചേർത്ത് വെക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കർത്താവെ, സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ഞാൻ എത്രയേറെ പാപം ചെയ്തിട്ടും മ്ലേച്ഛത ചെയ്തിട്ടും അശുദ്ധി ചെയ്തിട്ടും എൻ്റെ ഈശോയെ, അവിടുത്തെ സ്നേഹത്തെ പ്രതി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുക. എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അങ്ങ് ഈ പീഡ ഏറ്റെടുത്തത്. എന്നിട്ട് ഞാൻ ആ സ്നേഹം തിരിച്ചറിയാതെ ഇന്നും അന്ധനെ പോലെ തപ്പിത്തടയുകയാണ്. എന്താണ് പ്രശ്നം? എനിക്ക് തകർച്ച മാത്രമേ ഉള്ളൂ. ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കുന്നില്ല, മക്കളില്ല, മദ്യപാനം, അശുദ്ധി, മ്ലേച്ഛത, തകർച്ചകൾ, ബന്ധനങ്ങൾ. കർത്താവേ, നീ ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഈശോയുടെ കുരിശ് ചുവട്ടിലേക്ക് ഒന്നൊന്ന് നിലവിളിച്ച് വാവിട്ട് നിലവിളിച്ചാൽ നിന്നെ കർത്താവ് സഹായിക്കും. ആ ക്രൂശിതനോട് ചേരാം. ആ ക്രൂശിതനെ ആശ്ലേഷിക്കാം. നിങ്ങളുടെ കുടുംബങ്ങൾ, തലമുറകൾ വിശുദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് നേടിത്തരട്ടെ. എല്ലാ നിയോഗങ്ങളും സാധിച്ചു തരട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. അടുത്ത വർഷം കരങ്ങൾ കൂപ്പി ക്രൂശനായ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, ചേർത്ത് വെക്കാം. അനുഗ്രഹിക്കട്ടെ. എനിക്കാ മുറിഞ്ഞ നാദ, എനിക്കാ തകർന്ന നാദ, എനിക്കായി നിന്റെ രക്തം ചൊരിഞ്ഞ നാദ, എനിക്കാ മരിച്ച നാദ, എനിക്കാ മരിച്ച നാദ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.